നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ മിന്നൽ സമരം ഫലം കണ്ടു. പ്രതിഷേധ മാർച്ചിനിടെ ഉണ്ടായ പെല്ലറ്റ് ആക്രമണത്തിൽ ഡൽഹി പോലീസ് കേസെടുക്കും. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നത് ആലോചിക്കുമെന്ന് പോലീസ്. വിദ്യാർത്ഥി സമരത്തിലെ സംഘർഷം അന്വേഷിക്കാൻ സുപ്രീംകോടതി ഉന്നതാധികാര സമിതി നിയോഗിച്ചിട്ടും രാഹുൽ നടത്തുന്ന പ്രതിഷേധം അപഹാസ്യമെന്ന് BJP. രാജസ്ഥാനിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണം. ജയ്പൂരിൽ സ്കൂൾ സന്ദർശിക്കാനെത്തിയ അശുതോഷ് രംഗ ഉൾപ്പെടെയുള്ളവരെയാണ് ആക്രമിച്ചത്. പിന്നിൽ BJP പ്രവർത്തകരെന്ന് അഭിജിത് ദീപ്കെ. ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്ത് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം. സ്വർണം വാങ്ങുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ രേഖ ഉണ്ടായിരിക്കണം. സ്വർണം പൂശാനും പൊതിയാനും പുതിയ മാർഗരേഖ വേണമെന്നും ശുപാർശ. ആറന്മുള വള്ളസദ്യയുടെ പേരിൽ വൻ തട്ടിപ്പ്. വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച ഓൺലൈൻ വഴി 500 രൂപ മുതൽ 5000 രൂപ വരെ തട്ടിപ്പുകാർ വാങ്ങിയെന്ന് കണ്ടെത്തൽ. തട്ടിപ്പിനെതിരെ പള്ളിയോട സേവാ സംഘം പരാതി നൽകി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. ഈ മാസം 31 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ അംഗീകരിച്ചു. 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് ഭീഷണിയെന്ന് വിലയിരുത്തൽ. പ്രതിയെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ നിർദ്ദേശം. മുത്തങ്ങ അബ്ദുൾ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. അപ്പീലിൽ വിശദമായ വാദം പിന്നീട്. ഓരോരുത്തരും 46,000 രൂപ കെട്ടിവെക്കണമെന്ന് കോടതി. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ ദേശാഭിമാനി വാരാന്ത പതിപ്പ് മുൻ എഡിറ്റർ KR അജയൻ രാജിവെച്ചു. നേരത്തെ വാരാന്ത പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് അജയനെ മാറ്റിയിരുന്നു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.